ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ജൂലൈ 3, ഒന്നാമത്തെ വായനാഭാഗം ശമൂവേൽ പ്രവാചകൻ്റെ ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ 15-ാമത്തെ അധ്യായം. ഇവിടെ നമ്മൾ കാണുന്നത് ശമൂവേൽ ശൗലിനോട് പറയുകയാണ്. അത് പറയുന്നത് ഈ അമാലേക്കിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അമാലേക്ക് ഇസ്രായേലിനോട് ചെയ്ത ഒരു കുറ്റത്തിന് തിരിച്ച് അമാലേക്കിനോട് തിരിച്ച് ചെയ്യുവാൻ, അത് ദൈവം ഓർത്തു വെച്ചതാണ്, മനുഷ്യൻ ഓർത്തു വെച്ചതല്ല. ദൈവം ഓർത്തു വെച്ചത് ചെയ്യുവാനാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 36-ാമത്തെ അധ്യായത്തിൽ ചെന്നാൽ അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ അമാലേക്ക് ഇതിന് ആധാരമായ സംഭവം നടക്കുന്നത് പുറപ്പാട് 17-ലാണ്. ഞാൻ ഉൽപ്പത്തി 36 എന്ന് പറഞ്ഞത് ഈ അമാലേക്കിന് ആദ്യമായി, അമാലേക്ക് എന്നൊരു മനുഷ്യൻ, ആ അമാലേക്കിൻ്റെ തലമുറയിൽ ജനിച്ചു വന്നവരെല്ലാവരും അമാലേക്കർ. അപ്പോൾ അമാലേക്കിൻ്റെ ജനനത്തെ സംബന്ധിച്ച് ആദ്യം പറയുന്നത് 36-ാം അധ്യായം 12-ാം വാക്യത്തിലാണ് ഉൽപ്പത്തി. പക്ഷേ ഈ അമാലേക്കർ ഇവരോട് യുദ്ധത്തിന് വരുന്നതിനെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നത് പുറപ്പാട് 17-ാം അധ്യായത്തിലാണ്. പുറപ്പാട് 17-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. രഫിദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശെ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിൻ്റെ കയ്യിൽ. അപ്പം അമാലേക്കിനോട് പൊരുതി അമാലേക്കിനെ ജയിച്ചു. എന്നിട്ട് യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക. ഞാൻ അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയും. അത് ദൈവം പറയുന്നതാണ്, മായ്ച്ചു കളയുമെന്ന് കൽപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലേറിയായി യുദ്ധമുണ്ടെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് അതിൻ്റെ പശ്ചാത്തലമായിരിക്കുന്ന സംഭവം. ഇവിടെ നമ്മൾ ഇന്ന് കാണുന്ന വാക്യത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ. ഞാനിപ്പോൾ വായിക്കുന്നത് 1 ശമൂവേൽ 15-ാം അധ്യായമാണ്. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെക്കുറിച്ച് ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കുക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുലകുടിക്കുന്നവരെയും കാള, ആട്, കഴുത, ഒട്ടകം എന്നിവയും സംഹരിച്ച് കളക. അപ്പോൾ ശൗല് ജനത്തെ ഒന്നിച്ചു കൂട്ടി അവരെ എണ്ണി. യഹൂദ ഗോത്രക്കാർ 10,000 പേരൊഴികെ 2,00,000 കാലാളുണ്ടായിരുന്നു. പിന്നെ ശൗല് അമാലേക്കരുടെ പ്രധാന നഗരം വരെ ചെന്ന് തോട്ടിനരികെ പതിയിരിപ്പാക്കി. ഹവീല മുതൽ മിസ്രൈമിന് കിഴക്കുള്ള ഷൂർ അമാലേക്കരെ സംഹരിച്ചു. അമാലേക്കർ രാജാവായ ആഗാഗിനെ ജീവനോട് പിടിച്ച് ജനങ്ങളെയൊക്കെയും വാളിൻ്റെ വായത്തിലാൽ നിർമൂലമാക്കി. എന്നാൽ ശൗലിൻ്റെ കാര്യം ചെയ്തത് എന്താ പറഞ്ഞത്? സകലത്തിൽ നിർമൂലമാക്കണം. ആട്, കാള, ഒട്ടകം എല്ലാത്തിനും നശിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. എന്നാൽ ശൗൽ എന്താ ചെയ്തെന്നറിയാമോ? എന്നാൽ ശൗലും ജനവും ആഗാഗിനെയും രാജാവിനെയും കൊന്നില്ല. ആഗാഗിനെയും ആട്, മാട്, തടിച്ച മൃഗം എന്നിവയിൽ മേൽത്തരമായതൊക്കെയും കുഞ്ഞാടുകളെയും ഉത്തമമായതൊക്കെയും നിർമൂലമാക്കാൻ മനസ്സില്ലാതെ ജീവനോട് സൂക്ഷിച്ചു. ഹീനവും നിസ്സാരവുമായൊക്കെ അവൻ നിർമൂലമാക്കി കളഞ്ഞു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ശമൂവേലിനുണ്ടായത്. ശമൂവേൽ പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി: ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു, എൻ്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. ഇതെങ്കിൽ ശമൂവേലിൻ്റെ വ്യസനമായി രാത്രി മുഴുവനും യഹോവയോട് നിലവിളിച്ച് കരയുകയാണ് ശമൂവേൽ പ്രവാചകൻ. എന്നിട്ട് ശൗലിനെ എതിരേൽപ്പാൻ അധികാലത്ത് എഴുന്നേറ്റപ്പോൾ ശൗല് കർമ്മേലിലെത്തിയെന്നും ഒരു ജ്ഞാപകസ്തംഭം നാട്ടി ഘോഷയാത്ര കഴിച്ച് തിരിഞ്ഞ് ഗിൽഗാലിലേക്ക് പോയി എന്നും ശമൂവേലിന് അറിവ് കിട്ടി. പിന്നെ ശമൂവേൽ ശൗലിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ ശൗൽ അവനോട്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. ശൗലാണ് പറയുന്നത്. ആരോട്? ശൗല് ശമൂവേലിനോട് പറയാണ്, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടു, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശമൂവേൽ, എൻ്റെ ചെവിയിലെത്തുന്ന ആടുകളുടെ ഈ കരച്ചിൽ, ഞാൻ കേൾക്കുന്ന കാളകളുടെ മുക്കുറയും എന്ത് എന്ന് ചോദിച്ചു. അവയെ അമാലേക്കർ പക്കൽ നിന്ന് അവർ കൊണ്ടുവന്നതാകുന്നു. ജനം ആടുകളിലും കാളകളിലും മേൽത്തരമായവയെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജീവനോട് സൂക്ഷിച്ചു. ശേഷമുള്ളവയെ ഞങ്ങൾ നിർമ്മൂലമാക്കി കളഞ്ഞു എന്ന് മറുപടി പറഞ്ഞു. അവിടെയാണ് ശൗലിനോട് പറയുന്നത്, നിൽക്ക, യഹോവ ഈ കഴിഞ്ഞ രാത്രി എന്നോട് അരുളി ചെയ്ത് ഞാൻ നിന്നെ അറിയിക്കാം. അവനോട് പറഞ്ഞത് പറയാൻ പറഞ്ഞു. നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും യഹോവ നിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് തലവനാക്കുകയും ഇസ്രായേലിൻ്റെ രാജാവായി നിന്നെ അഭിഷേകം കഴിക്കുകയും ചെയ്തുവല്ലോ.
പിന്നെ യഹോവ നിന്നെ ഒരു വഴിക്ക് അയച്ചു, നീ ചെന്ന് അമാലേക്കരെ ആയ പാപികളായി നിർമ്മൂലമാക്കുകയും അവർ നശിക്കും വരെ അവരോട് പൊരുതുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഇരിക്കെ നീ യഹോവയുടെ കൽപ്പന അനുസരിക്കാതെ കൊള്ളയ്ക്ക് ചാടി യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തതെന്ത്? ശമൂവേലിനോട്, ഞാൻ യഹോവയുടെ കൽപ്പന അനുസരിച്ച് യഹോവ എന്നെ അയച്ച വഴിക്ക് പോയി അമാലേക്യ രാജാവായ ആഗാഗിനെ കൊണ്ടുവന്ന് അമാലേക്കരെ നിർമൂലമാക്കി കളഞ്ഞു. അപ്പോൾ ചെയ്തത് ശരിയാണ്, ന്യായമാണ്. ഞാൻ രാജാവിനെ മാത്രമല്ലേ, ബാക്കി എല്ലാത്തിനെയും കൊന്നല്ലോ. കുറച്ച് ആടുകളെയും ന്യായമായി മനുഷ്യർ തോന്നുന്നു. പക്ഷെ ദൈവത്തിന് തോന്നുന്നത് അങ്ങനല്ല. ദൈവം ചെയ്യാൻ പറയുന്നതിന് പൂർണ്ണമായ അർത്ഥത്തിൽ ചെയ്യാനാണ് ദൈവം പറയുന്നത്. അതിനകത്ത് നമ്മുടെ ചിന്തകളും മാനുഷികമായ ആലോചനകളും ഒന്നും അതിനകത്ത് ചെലുത്താൻ പാടില്ല. അമാലേക്യ രാജാവ് ആഗാഗിനെ കൊണ്ടുവന്നു അമാലേക്കരെ നിർമൂലമാക്കി കളഞ്ഞു. എന്നാൽ ജനം ശബദാർപ്പ വസ്തുക്കൾ, വിശേഷമായ മാടുകളെ കൊള്ളയിൽ നിന്നെടുത്ത് ഗിൽഗാലിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാതെ അവർക്കാർക്കൊന്നും ചെയ്യാൻ വേണ്ടിയല്ല. ഇതൊക്കെയാണ് അയാളുടെ ന്യായം, ശൗലിൻ്റെ ന്യായം. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത്. നീ ഇപ്പോൾ യാഗത്തിന് വേണ്ടി കൊണ്ടുവന്നല്ലേ പറയുന്നത്? ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നതാണ്. അതുപോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകത്തില്ല. എത്ര ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും അർപ്പിച്ചാലും ദൈവത്തെ അനുസരിക്കുന്നത് പോലെ ദൈവത്തിന് പ്രസാദമായിരിക്കത്തില്ല. ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നതാണ് എന്താണ് പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുന്നത് മനസ്സിലാക്കി അതനുസരിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുക, ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ആകമാനം വിശ്വാസികൾക്ക് എല്ലാവർക്കും എല്ലാ കാലവും കൂടെ കൊണ്ടു നടക്കേണ്ട ഒരു ഉപദേശമാണ് നമ്മൾ ഈ ശൗലിൻ്റെ ഈ പ്രവൃത്തിയാൽ ദൈവം നമ്മളോട് പറഞ്ഞു തരുന്നത്. എന്താണ്? കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും ഒന്നും നമ്മളിപ്പം ദൈവത്തിന് വേണ്ടി പണം കൊടുക്കുകയോ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കുകയോ അല്ലെങ്കിൽ പാവപ്പെട്ടതിന് കുറേ പൈസ കൊടുക്കുകയോ ഒക്കെ ചെയ്താലും നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഒന്നും ദൈവത്തിന് പ്രസാദമാകത്തില്ല എന്നാണ്. ഇത് സർവ വിശ്വാസികൾക്കും എപ്പോഴും കൂടെ കൊണ്ട് കിടക്കേണ്ട ഓർമ്മയിലിരിക്കേണ്ട ഒരു ഭാഗമാണ്. അതിന് കാരണക്കാരനായി ശൗല് ആയിത്തീർന്നു എന്നുള്ളതാണ്. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ശൗല് ശമൂവേലിനോട്, ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്കനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ച് പാപം ചെയ്തിരിക്കുന്നു. എങ്കിലും എൻ്റെ പാപം ക്ഷമിച്ച് ഞാൻ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോട് കൂടെ പോരണമെന്ന് പറഞ്ഞു. ശമൂവേൽ പറഞ്ഞു, ഞാൻ നിന്നോട് പോരുകയില്ല. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് യഹോവ നിന്നെയും ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ പിന്നെ നമ്മൾ അവസാനം വായിക്കുന്നത്, ശമൂവേൽ ജീവപര്യന്തം പിന്നെ ശൗലിനെ കണ്ടില്ല. അപ്പോൾ ശൗലും അന്ന് അവിടെ നിന്ന് പിരിഞ്ഞതാണ് ശമൂവേലും തമ്മിൽ. എങ്കിലും ശമൂവേൽ ശൗലിനെ കുറിച്ച് ദുഃഖിച്ചു. മനസ്സിൽ വിഷമമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ആയിപ്പോയല്ലോ എന്നുള്ളതുകൊണ്ട്, ഇങ്ങനെ ഒരു മനുഷ്യനെ രാജാവാക്കിയിട്ട് ആ മനുഷ്യൻ ദൈവത്തെ വിട്ട് മാറിപ്പോയല്ലോ, ഞാനാണല്ലോ അവനെ അഭിഷേകം ചെയ്തത്, എന്നിട്ട് അവനിങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെയുള്ള വിഷമം ശമൂവേലിനും ഉണ്ടായിരുന്നു, ശമൂവേൽ പ്രവാചകനും ഉണ്ടായിരുന്നു. യഹോവയും അവസാനമാക്കിയതാണ്, യഹോവയും താൻ ശൗലിനെ ഇസ്രായേലിനെ രാജാവാക്കിയത് കൊണ്ട് അനുതപിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇത് നമ്മളെയൊക്കെയും ദൈവം തിരഞ്ഞെടുത്തതാണ്. നമ്മളെയും തിരഞ്ഞെടുത്തത് ഒരു ഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരെയും നോക്കി ദൈവം, അവനെ ഞാൻ ഈ വിശ്വാസം അറിയിച്ചത് ഓർത്ത് ഞാൻ അനുതപിക്കുന്നു, അവനെ തെറ്റായ ചേറ്റിൻ്റെ കുഴിയിൽ നിന്ന് വീണ്ടെടുത്ത് അവനെ ഞാൻ ദൈവമാണെന്ന് മനസ്സിലാക്കി അവനെ ക്രിസ്തു എന്ന രക്ഷകനെ അവന് കൊടുത്തു, അവൻ നിത്യജീവൻ അവന് കൊടുക്കാൻ തക്കവണ്ണം അവനെ വിളിച്ചിട്ട് അവനതിനെ നിസ്സാരമാക്കി കളഞ്ഞുവല്ലോ. ഞാൻ അവനെ ഓർത്ത് അനുതപിക്കുന്നുവെന്ന് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് പറയാതിരിക്കണം. ഇതാണ് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം. അതിന് നേരത്തെ പറഞ്ഞ യഹോവയുടെ കൽപ്പനയാണ് അനുസരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള കാര്യം നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കട്ടെ. രണ്ടാമത്തെ വായനാഭാഗത്തിൽ നിന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം. 58-ാം അധ്യായത്തിൽ ഈ ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം തുടർച്ചയായി ദൈവം സംസാരിക്കുന്നത്, രക്ഷിപ്പാൻ കഴിയാതവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയും അപേക്ഷയും യാചനയും നിലവിളിയും കേൾക്കാൻ ദൈവം എപ്പോഴും തയ്യാറാണ്. അതുപോലെ തന്നെ ദൈവത്തിന്
ഈ ജനത്തെ സഹായിക്കാനും ദൈവം എപ്പോഴും തയ്യാറായിട്ടുണ്ട്, അതിന് സാധിക്കുകയും ചെയ്യും. പക്ഷേ പലപ്പോഴും നിങ്ങളുടെ നിലവിളിയും പ്രാർത്ഥനയും ഒന്നും എൻ്റെ ചെവിയിൽ എത്തുന്നില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് എൻ്റെ കൈ കുറുകിപ്പോയതാണ്, എൻ്റെ ചെവി മന്ദമായി പോയതാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. പക്ഷെ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്? നിങ്ങളുടെ അകൃത്യങ്ങൾ എത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ എത്രയേ ദൈവം കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അപ്പോൾ ഇത് ആണ് അതിൻ്റെ ആശയം. അപ്പം അത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവരല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ മാത്രം നേടുന്ന അന്വേഷണമല്ല. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ചെയ്യുക, നല്ല സ്വഭാവത്തോട് ജീവിക്കുക. യോനാഥൻ്റെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ പ്രസാദകരമായി, ദൈവത്തിന് പ്രസാദകരമായി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും സ്വഭാവം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ആയിരിക്കുന്നവർക്ക് അവർക്ക് ദൈവത്തിൻ്റെ കൈ കുറുകുകയില്ല, ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുകയുമില്ല. ഇതാണ് ദൈവം പറയുന്നത്. ഞങ്ങൾ എന്നിട്ട് അതിലൊരു വാക്യം ഇവിടെ വരുന്നത്, ജനം പറയുന്നതായിട്ട് വായിക്കുന്നതാണ്. ഞങ്ങൾ ന്യായത്തിനായി കാത്തിരിക്കുന്നു, എങ്കിലും ഒട്ടുമില്ല. രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു, എന്നാൽ അത് ഞങ്ങളോട് അകന്നിരിക്കുന്നു. ഞങ്ങളുടെ അതിക്രമങ്ങൾ നിന്റെ മുമ്പേക്ക് പെരുകിയിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളെ ഞങ്ങൾ അറിയുന്നു. അതിക്രമം ചെയ്ത് യഹോവയെ നിഷേധിക്കുക, ഞങ്ങളുടെ ദൈവത്തെ വിട്ടുമാറുക, പീഡനവും മത്സരവും സംസാരിക്കുക, വ്യാജവാക്കുകളെ ഗർഭം ധരിച്ച് ഹൃദയത്തിൽ നിന്ന് ഉച്ചരിക്കുക എന്നിവ തന്നെ. ഇത് ആ ജനത്തിൻ്റെ ഒരു ബോധത്തിൽ പറയുന്ന കാര്യമാണ്. അത് ജനം തന്നെ പറയുന്നതായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. അതെ, ജനം തന്നെ പറയുന്നതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അവസാനം, എന്നാൽ സിയോനും യാക്കോബിൽ അതിക്രമം വിട്ടു തിരിയുന്നവർക്കും അവൻ വീണ്ടെടുപ്പുകാരനായി വരും എന്ന യഹോവയുടെ അരുളപ്പാട്. അവൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല. ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവിനാൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട വചനം, നമ്മളിന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന വചനം, അത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവും ആത്മാവിനാൽ പുറപ്പെട്ടു വന്ന വചനവും ദൈവത്തിൻ്റെ വചനവും ഒരു നാളും ഇല്ലാതെ പോവുകയില്ല, അതെന്നും ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ വചനവും എന്നും എന്നേക്കും നിലനിൽക്കും എന്നുള്ളതും നമുക്ക് അവിടുന്ന് സ്ഥിരതയുള്ളതാണ്, നിലനിൽക്കുന്നതാണ്, സ്ഥിരതയുള്ളതാണ് ആത്മാവും വചനവും. അങ്ങനെ ഒരു വാക്യം പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിക്കുന്നത്. മൂന്നാമത്തെ വായനാ ഭാഗം മത്തായിയുടെ സുവിശേഷം 3-4 അധ്യായങ്ങൾ. 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് നോക്കാം. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിന് മുമ്പായിട്ട് വന്ന ആളാണ് യോഹന്നാൻ സ്നാപകൻ. അത് യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 3-ാം വാക്യത്തിൽ അതിനെ സംബന്ധിച്ചുണ്ട്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്, കർത്താവിൻ്റെ വഴി ഒരുക്കി അവൻ്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ഞാനിപ്പോൾ വായിച്ചത് 3-ാം അധ്യായത്തിലെ 3-ാമത്തെ വാക്യമാണ്. അത് യെശയ്യാ പ്രവാചകനിൽ ഇങ്ങനെ തന്നെ അല്ല എഴുതിയിരിക്കുന്നത്, വേറെ ഒരു രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അത് യെശയ്യാ പ്രവാചകൻ 40-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും അടുത്ത് വന്ന് യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റു. യോഹന്നാൻ്റെ വേഷം ഒട്ടകം രോമം കൊണ്ടുള്ള ഉടുപ്പായിരുന്നു, അരയിൽ തോൽവാറുണ്ടായിരുന്നു, ആഹാരം വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു. അപ്പം അങ്ങനെ നാസീറായി വേർതിരിക്കപ്പെട്ട് ദൈവത്തിനായി ജീവിച്ച ഒരു മനുഷ്യനാണ് യോഹന്നാൻ സ്നാപകൻ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുന്നത് കണ്ടുകൊണ്ട് പരീശരിലും സദൂക്യരിലും പലരും സ്നാനപ്പെടാൻ വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കോപത്തെ ഒഴിഞ്ഞ് മാറിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആര് എന്ന സർപ്പസന്തതികളെ എന്ന് വിളിച്ച് അവരോട് പറയുകയാണ്.
അപ്പം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിനെന്നും പറയുന്നുണ്ട്. അപ്പം നമ്മളോടായാലും നമ്മളും മാനസാന്തരത്തിന് യോഗ്യമായ ഫലമാണ് കായ്ക്കേണ്ടത്. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന്. അപ്പോൾ അത്രയും സർവശക്തനായ ദൈവമാണ്. എനിക്ക് അബ്രഹാം ഞങ്ങൾക്ക് ദൈവമായിട്ടുണ്ട്, അല്ല പിതാവായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിക്കേണ്ട. അതാ ഈ കാണുന്നില്ല കല്ലുകൾ കണ്ട്, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. അപ്പം ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നത് എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അപ്പം യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ മുൻപേ പോയവനാണ്, യേശുക്രിസ്തുവിൻ്റെ വഴിയൊരുക്കാൻ വന്നവനാണ് യോഹന്നാൻ സ്നാപകൻ എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് യേശു യോഹന്നാനെ സ്നാനമേൽക്കാൻ വരുന്നു. അത് യോഹന്നാൻ സ്നാപകൻ തടയുന്നു. യേശുക്രിസ്തുവിൻ്റെ കൈയാൽ ഞാൻ സ്നാനമേൽക്കുകയാണ് ആവശ്യമെന്ന് പറയുന്നു. അല്ല, ഇത് സകല നീതിയും തീർക്കുവാൻ ഉചിതമായിരിക്കുന്നത് യോഹന്നാൻ സ്നാപകനെ നീ എന്നെ സ്നാനപ്പെടുത്തുന്നതാണ് എന്ന് പറയുകയും അങ്ങനെ അത് സമ്മതിച്ചുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഗുണമുണ്ടായത്, ഇന്നത്തെ കാലത്ത് സ്നാനം ഏൽക്കണം എന്ന് പറയുന്ന സമയത്ത് യേശുക്രിസ്തു സ്നാനമേറ്റതുകൊണ്ട് ഇന്ന് ആ സ്നാനത്തിന് ഒരു എസ്റ്റാബ്ലിഷായി, അല്ലെങ്കിൽ അത് നിലവിൽ വരാനിടയായി. അല്ലെങ്കിൽ ഇന്ന് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു യേശുക്രിസ്തു ചെയ്തതുപോലെ യോർദാൻ നദിയിൽ ഇറങ്ങി മുങ്ങി എഴുന്നേറ്റ് വരുന്നൊരു സ്നാനം ചെയ്യാൻ മുതിരുമായിരുന്നില്ല. അതാണ് യേശുക്രിസ്തു പറയുന്നത്. ഇങ്ങനെ സർവ്വനീതിയും ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം. ഇതാണ് ആ വാക്യം നമ്മൾ വായിക്കുന്നത്. അപ്പോൾ തന്നെ ഒരു അശരീരി ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. ഇതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം അങ്ങനെ ശബ്ദം അവിടെ നിന്നവരൊക്കെയും കേട്ടു. യേശുക്രിസ്തു എൻ്റെ പ്രിയപുത്രനാണ് എന്നും ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ശബ്ദവും അവിടെ കൂടിയിരുന്നവരൊക്കെയും കേട്ടു. ഇനി 4-ാം അധ്യായം. 4-ാം അധ്യായത്തിൽ ഒരു കാര്യം നമ്മൾ കാണുന്നത് വളരെ തർക്കവും അല്ലെങ്കിൽ വളരെ വായനക്കാർക്ക്, വിശ്വാസികൾക്ക് ഇന്നും ഒരു കീറാമുട്ടിയായിരിക്കുന്ന ഒരു അധ്യായമാണ്, അല്ലെങ്കിൽ സംഭവമാണ് ഈ 4-ാം അധ്യായത്തിൽ ഉള്ളത്. അവിടെ നമ്മൾ വായിക്കുന്നത് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയതാണ്. അപ്പോൾ യേശുക്രിസ്തുവിന് ഒരു പരീക്ഷയിലേക്കാകുവാൻ ദൈവത്തിൻ്റെ ആത്മാവാണ് മരുഭൂമിയിലേക്ക് നടത്തിയത്. അല്ലാതെ അവിടെ പിശാച് തൻ്റെ ഇഷ്ടപ്രകാരമോ അല്ലെങ്കിൽ സാത്താൻ തൻ്റെ ഇഷ്ടപ്രകാരമോ പരീക്ഷ നടത്തിയെന്നല്ല നമ്മൾ വായിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവാണ്, ദൈവത്തിൻ്റെ ഹിതമായിരുന്നു യേശുക്രിസ്തുവിനെ ഒരു പരീക്ഷയിലൂടെ നടത്തുക എന്നുള്ളത്. എന്തിനാണ് അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ 40 രാവും 40 പകലും ഉപവസിച്ചു. അപ്പം 40 രാവും 40 പകലും ഉപവസിച്ച യേശുവിന് ദൈവികമായ ചില അനുഗ്രഹങ്ങളോ ശക്തിയോ ബലമോ ഒക്കെ ലഭിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അവിടെ മാനസികമായി യേശുക്രിസ്തുവിന് വേറൊരു തലത്തിലേക്ക്, സാധാരണ മനുഷ്യനാണ്, നമുക്ക് എത്ര ദിവസം ഉപവസിക്കാൻ കഴിയും? ചിലപ്പോൾ ഒരു 3 ദിവസം അല്ലേ, അല്ലെങ്കിൽ ഒരു 7 ദിവസം. 40 ദിവസം രാവും പകലും മരുഭൂമിയിൽ ഉപവസിച്ച് വരുന്ന ഒരു ആളിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഞാൻ 40 ദിവസം ഉപവസിച്ചു, എനിക്ക് കഴിയും. സ്വന്തം ഒരു മനസ്സിന് ഒരു അഹന്തയോ സ്വന്തം മനസ്സിന് താൻ മറ്റാരോ ആണെന്നോ ഒക്കെ ഉള്ളൊരു ധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രവൃത്തിയാണ് യേശുക്രിസ്തു തീർത്തു വരുന്നത്. അങ്ങനെ വരുമ്പോൾ യേശുക്രിസ്തുവിന് വിശക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന് വിശക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ അടുത്തിൽ പരീക്ഷകൻ വന്നിട്ട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക, എന്നിട്ട് നീ കല്ല് അപ്പമായി തീരുന്ന കല്ലെടുത്ത് ഭക്ഷിക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? യേശുക്രിസ്തുവിന് ഒരു കല്ലിനെ അപ്പമാക്കി ഭക്ഷിക്കാനുള്ള കഴിവ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ യേശുക്രിസ്തു അവിടെ പറയുന്നത് വചനത്തിൽ നിന്നാണ്. യേശുക്രിസ്തു പറയുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു എന്നാണ്. പിന്നെ വീണ്ടും പരീക്ഷിക്കാൻ വേറൊരിടത്ത് കൊണ്ടുപോകുന്നു. അവിടെ വെച്ചും ഞാൻ ചുരുക്കമായി പറഞ്ഞു തീർക്കുകയാണ്. യേശുക്രിസ്തു അവിടെയും പരീക്ഷയിൽ ജയിക്കുന്നു. അവിടെയും ഒരു വേദപുസ്തകത്തിലെ, അതായത് ന്യായപ്രമാണ പുസ്തകത്തിലെ വചനം കൊണ്ടാണ് അവിടെയും ജയിക്കുന്നത്. 3-ാമത് പറയുമ്പോൾ അവിടെ പറയുന്നത് നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാർ. അപ്പോൾ ഈ എതിരാളി, പരീക്ഷകൻ, സാത്താൻ, പിശാച് ക്രിസ്തുവിനോട് പറയും നിന്നെക്കുറിച്ച്. അപ്പോൾ വചനം എടുത്ത് തന്നെയാണ് പറയുന്നത്, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും,
അവൻ നിൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ നിൻ്റെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. വചനം കൊണ്ട് മറുപടി പറയുന്നത് വചനം കൊണ്ട് തന്നെ എതിരാളി ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം അടുത്ത വീണ്ടും മറ്റൊരു വചനം കൊണ്ടാണ്, ആവർത്തന പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യത്തിലെ ഒരു വാക്യമാണ് അവിടെ യേശു ക്രിസ്തു ബദലായി പറയുന്നത്, നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ എന്നെ നമസ്കരിക്കാൻ പറയുന്നു. എന്നെ നമസ്കരിച്ചാൽ നിനക്ക് ഈ കാണുന്നതൊക്കെ ഞാൻ നിനക്ക് തരാം എന്ന് പറയുകയാണ്. അവിടെ പറയുന്നു, ദൈവത്തെ മാത്രമല്ലാതെ മറ്റാരെയും നമസ്കരിക്കരുത്, ആരാധിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നുവെന്ന് അവിടെയും വചനം കൊണ്ട് മറുപടി പറഞ്ഞ് അവിടെ ജയിക്കുകയാണ്. ഇതൊക്കെ സാധാരണ മനുഷ്യനുള്ള പ്രലോഭനങ്ങളാണ്. വലിയ എന്താണ് ഇതേ പ്രലോഭനം നമ്മൾ എവിടെ കാണാം? ഇന്ന് നമ്മൾ വായിച്ച ആദാമിൻ്റെ അല്ലെങ്കിൽ ഹവ്വയുടെ മുമ്പിൽ പാമ്പ് കൊണ്ടുവെക്കുന്ന പരീക്ഷയിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ എന്താണ് കാണുന്നത്? അവിടെയും ഇതുപോലെ 3 പരീക്ഷകൾ അവിടെയും ഉണ്ട്. ആ പരീക്ഷയിൽ നമ്മൾ കാണുന്നത് വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും, തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു എന്നാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ കാണുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് വിശപ്പ്, തിന്മാൻ നല്ലത് വിശപ്പ്. 2 അത് കാൺമാൻ നല്ലത്. പിന്നെ ഉള്ളതാണ് അത് പത്രോസ് എഴുതുന്നുണ്ട്. പത്രോസ് എഴുതുന്ന 3 കാര്യം: ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നീ 3 മോഹങ്ങളാലാണ് എല്ലാ മനുഷ്യർക്കും പരീക്ഷ ഏൽക്കുന്നത്. ആ പരീക്ഷയാണ് ഹവ്വായ്ക്ക് ഏറ്റത്. ആ പരീക്ഷ തന്നെയാണ് യേശുക്രിസ്തുവിന് ഏറ്റത്. ഹവ്വായും ആദവും തോറ്റെടുത്ത് യേശുക്രിസ്തു ജയിക്കുകയാണ് ഇവിടെ. ആ പരീക്ഷയെ സംബന്ധിച്ചാണ് പത്രോസ് എഴുതുന്നത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്ന് പറയുന്ന 3 മോഹങ്ങളാലുള്ള പരീക്ഷ. അത് തന്നെ എല്ലാ മനുഷ്യർക്കും നമുക്ക് നോക്കാം. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഈ പരീക്ഷയാണുള്ളത്. അത് യേശുക്രിസ്തു ജയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് യേശു അവിടെ നിന്ന് ഗലീലയ്ക്ക് വാങ്ങിപ്പോകുന്നു. ഗലീലയിലാണ് യേശുക്രിസ്തു പിന്നെ കഫർനഹൂമിലാണ് ജീവിക്കുന്നത്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് ഗലീല കടപ്പുറത്തുള്ള അവിടെയുള്ള പത്രോസ്, അന്ത്രയോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ തിരഞ്ഞെടുക്കുന്ന നമ്മൾ വായിക്കുന്നു. അപ്പോൾ ജീവിതകാലം നല്ലൊരു സമയവും അവിടെയായിരുന്നു, ഗലീല ദേശത്തായിരുന്നു. അപ്പോൾ ഗലീലയെ സംബന്ധിച്ച് കേൾക്കുന്നത്, വായിക്കുന്നത് 14-ാം വാക്യം 4-14 സെബുലൂൻ ദേശവും നഫ്താലി ദേശവും. അപ്പോൾ സെബുലൂനും നഫ്താലിക്കും കൊടുത്ത ദേശമാണ്. ആ ഗോത്രങ്ങൾക്ക് ഗോത്രം വിഭജിച്ച് കൊടുത്തപ്പോൾ യോശുവ കൊടുത്ത ദേശങ്ങളാണ്. സെബുലൂന് കൊടുത്ത ദേശവും നഫ്താലി ദേശവും ഒക്കെ ഈ ഗലീലയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ്. കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീല അത് മുമ്പ് ജാതികളുടെ ഗലീല അല്ലായിരുന്നു. പിന്നീട് അത് ഇസ്രായേൽ വടക്ക് ഇസ്രായേലും തെക്ക് യഹൂദയമായി മാറിയതിന് ശേഷം ഇസ്രായേലിൻ്റെ അവസാന കാലത്ത് അശൂര്യർ വന്ന് ഇവരെ കൊണ്ടുപോവുകയും ആ അശൂര്യർ അവിടെ വന്ന് താമസിക്കും. സാധാരണ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ സംഭവിക്കാറില്ല. അവർ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് അവർ ജീവിക്കുന്നത്. എന്നാൽ ഈ സ്ഥലത്ത് ഒരു കൊണ്ടുപോയ സ്ഥലത്തേക്ക് മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന്, അതായത് അശൂര്യരുടെ സ്ഥലങ്ങളിൽ നിന്ന് ഈ സ്ഥലത്ത് ആളുകൾ വന്ന് താമസിക്കുകയും ഇവിടുത്തെ ജനം സങ്കരം അല്ലെങ്കിൽ ഇടകലർന്ന് ഏത് ഗോത്രമാണെന്ന് തിരിച്ചറിയാൻ വയ്യാതെ വണ്ണം മിക്സായിപ്പോയി. അപ്പോൾ അത് പിന്നീട് ജാതികളുടെ ഗലീല എന്നറിയപ്പെട്ടു. അവരെ ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദരെ ഒരു തരത്തിലും അവരുമായിട്ട് യാതൊരു ബന്ധവും വെച്ചിരുന്നില്ല. അവരെ വെറുത്ത് ജീവിച്ചിരുന്നവരാണ്. അപ്പം അങ്ങനെയാണ് ഇത് ജാതികളുടെ ഗലീലയായത്. അവിടെ അതും യെശയ്യാ പ്രവാചകൻ 9-ാം അധ്യായം 1-2 വാക്യങ്ങളിലാണ് ഈ 14-ാം വാക്യത്തിൻ്റെ സംബന്ധിച്ചുള്ള റെഫറൻസ് കിടക്കുന്നത്. യെശയ്യാ 9:1-2 അവിടെ യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടി അവിടെ ഇരിക്കുന്നവർ പ്രകാശം, അവർ മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് നമ്മൾ വായിക്കുന്നത്. അതാണ് നമ്മൾ ഇന്ന് വായിക്കുന്ന അധ്യായങ്ങൾ. മത്തായി 3-4 അധ്യായങ്ങളോടുകൂടി ഇന്നത്തെ 3 വായന സമാപിക്കുകയാണ്. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്നും ഇതുപോലെ വിവരണങ്ങൾ തരുവാൻ തക്കവണ്ണം ഞങ്ങളെ സർവശക്തനായ ദൈവം സഹായിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കൂടി ഈ സമയം അപേക്ഷിക്കുന്നു. നന്ദി.